ഇന്ന് പുലർച്ചെ അന്തരിച്ച നടൻ മേഘനാഥന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഷൊർണൂരെ വസതിയിൽ രാവിലെ മൃതദേഹം എത്തിച്ചിരുന്നു. ഇപ്പോൾ അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ്. നാട് യാത്ര ചൊല്ലുകയാണ് മേഘനാഥന്. വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നടൻ ബാലൻ കെ നായർ എന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രധാന വില്ലൻ റോളുകളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള നടൻ്റെ പുത്രൻ. അദ്ദേഹവും ആ തരത്തിലേക്ക് വില്ലൻ വേഷങ്ങളിലൂടെ ജനങ്ങളുടെ കയ്യടി വാങ്ങിയ നടനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചൊല്ലുകയാണ്. നാട് സംസ്കാര ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, വിശദാംശങ്ങൾ. അനുജ, വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമായ ഏറ്റവും ഒടുവിലാണെങ്കിൽ അല്പം ഹൃദയഹാരിയായ കഥാപാത്രങ്ങൾ കൂടി ചെയ്ത്, അതായത് ആക്ഷൻ ഹീറോ ബിജു പോലെയുള്ള സിനിമകളിലൊക്കെ അല്പം കൂടി വ്യത്യസ്തമാർന്ന വേഷങ്ങൾ കൂടി ചെയ്ത് ആളുകളെ കണ്ണീരണിയിക്കുകയും കൂടി ചെയ്ത പ്രിയ നടൻ, പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഷൊർണൂരിൻ്റെ പ്രിയ നടൻ, അദ്ദേഹത്തിന് ഇപ്പോൾ വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. മേഘനാഥന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്. ചടങ്ങുകൾ അല്പം നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ ആളുകൾ പല മേഖലകളിൽ നിന്ന് എത്തിച്ചേരാനും മറ്റും ഉണ്ടായിരുന്നതിനാൽ ചടങ്ങുകൾ അല്പം നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തറവാട്ടു വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്തായാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ഇവിടേക്ക് എത്തിച്ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മുൻ മന്ത്രി എ കെ ബാലൻ, ഈ ജില്ലയിലുള്ള MLA, CPM ജില്ലാ സെക്രട്ടറി, സിനിമാ മേഖലയിൽ നിന്ന് സിജു വിൽസൺ അടക്കമുള്ള താരങ്ങൾ, കോട്ടയം നസീർ അടക്കമുള്ള ആളുകൾ, സീമാജി നായരെ പോലുള്ള താരങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് അന്തിമോപചാരം അർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇദ്ദേഹം ഏതാണ്ട് 2 ആഴ്ചയോളമായി കരൾ രോഗത്തെ തുടർന്ന് കോഴിക്കോട് ബേബി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം മോശമായി മാറുകയും ഇന്ന് പുലർച്ചെ 2 മണിയോട് മേഘനാഥന് നാട് വിട ചൊല്ലുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഷൊർണൂരിലെ വസതിയിൽ ആണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത്. 60 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വില്ലൻ വേഷങ്ങളുണ്ട്. കൂടാതെ മറ്റ് ചില റോളുകൾ കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുഴയും കടന്ന്, ചെങ്കോൽ, ഒരു മറവത്തൂർ കനവ്, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. കൂടാതെ കോയമ്പത്തൂരിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. തുടർന്നാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നെത്തിയത്. അസ്ത്രം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. 1983 പുറത്തിറങ്ങിയ PN മേനോൻ സംവിധാനം ചെയ്ത ചിത്രം. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം 40 വർഷത്തിലേറെ കാലം നീണ്ടുനിന്നു. 50-ലേറെ സിനിമകൾ, ഒട്ടേറെ ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് പക്ഷേ മറ്റ് ചില ക്യാരക്ടർ വേഷങ്ങൾ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവസാനം അദ്ദേഹം അഭിനയിച്ചത് കടലോളം എന്ന മ്യൂസിക്കൽ ഹ്രസ്വ ചിത്രത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷൊർണൂരിലെ വസതിയിലാണ്. നാട് മേഘനാഥന് വിട ചൊല്ലുന്നു.